ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ബിഗിനർ ടു എക്സ്പേർട്ട് ഇൻ ക്രിപ്റ്റോ കറൻസി എപ്പിസോഡ് 3 ആണ്. അപ്പോൾ 1 2 എപ്പിസോഡ് കാണാത്തവരാണ് തീർച്ചയായിട്ടും അത് കാണുക. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്ന ഒരു സീരീസാണ്. എങ്ങനെ ബിഗിനറായ ഒരാൾക്ക് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിൽ എക്സ്പേർട്ട് ആവാം എന്നുള്ള രീതിക്കുള്ള ഒരു സീരീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പഴയ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക്, ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എപ്പിസോഡ് വൈസ് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരിക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് നമുക്ക് എങ്ങനെ ക്രിപ്റ്റോ കറൻസി ബൈയും സെല്ലും ചെയ്യാം എന്നാണ്. നമ്മളുടെ ബൈബിറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വേറൊരു എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പ്രശ്നമല്ല, സെയിം പ്രോസസ്സ് തന്നെയാണ് എല്ലാ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസിലും വർക്കിംഗ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ ബിങ്എക്സ് ആണെങ്കിലും MEXC ആണെങ്കിലും ബൈനാൻസ് ആണെങ്കിലും ഒക്കെ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ നമ്മളുടെ എക്സ്ചേഞ്ചിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ആ ഫണ്ട് യൂസ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്ത USDT ടോക്കൺ യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ക്രിപ്റ്റോ കറൻസി ബൈയും സെല്ലും ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 20K ആണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും ആദ്യം തന്നെ എത്തുന്നതാണ്. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് തന്നെ ബൈബിറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം അസറ്റിലേക്ക് പോവുക. അവിടെ ഫണ്ടിങ്ങിൽ നമ്മൾ ഇന്നലെ വാങ്ങിയ $10.something USDT കിടക്കുന്നുണ്ട്. അത് നമുക്ക് ഫണ്ടിങ് അക്കൗണ്ടിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റണം. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫണ്ടിങ്ങിലേക്കാണ് വരിക, ട്രേഡിങ്ങിലേക്ക് മാറ്റിയാലാണ് ട്രേഡ് ചെയ്യാൻ പറ്റുക. അതിനായിട്ട് ജസ്റ്റ് USDT ക്ലിക്ക് ചെയ്യുക, താഴെ ട്രാൻസ്ഫർ കാണും, ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക. അവിടെ ഫ്രം യൂണിഫൈഡ് ട്രേഡിംഗ് ടു ഫണ്ടിങ് അക്കൗണ്ടാണ് കിടക്കുന്നത്. ഫ്രം മാറ്റിയിട്ട് ഫണ്ടിങ് അക്കൗണ്ട് ഇടുക. ഫണ്ടിങ് അക്കൗണ്ട് ഇടുമ്പോൾ താഴെ ഓട്ടോമാറ്റിക്കലി യൂണിഫൈഡ് ട്രേഡിംഗ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് എത്ര USDT ആണോ മാറ്റേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേം അടിക്കുക. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ മാറും. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ലോസോ കാര്യങ്ങളൊന്നും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫണ്ടിങ്ങിൽ ഉണ്ടായിരുന്ന USDT താഴെ യൂണിഫൈഡ് ട്രേഡിങ്ങിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട. ഈ ഫണ്ടിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ടിങ് എത്ര ഉണ്ടോ അതവിടെ സ്റ്റോർ ചെയ്യാം. ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ക്യാഷ് മാത്രം യൂണിഫൈഡ് ട്രേഡിങ്ങിൽ വെക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമുക്കുള്ള എല്ലാ ടോക്കൺസും കാണാൻ പറ്റും ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ. ഇനി നമ്മൾ USDT യൂസ് ചെയ്തിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ പോവുകയാണ്. അതിനുശേഷം മാർക്കറ്റിലേക്ക് പോവുക. മാർക്കറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ക്രിപ്റ്റോ കറൻസി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ കാണിക്കുന്ന ARB ആണ്, ആർബിട്രമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആർബിട്രം പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കുക, മാർക്കറ്റ് വോളറ്റൈലായിരിക്കും. നിങ്ങൾ മേടിച്ച് താഴേക്ക് പോയാലൊക്കെ പാനിക് സെല്ല് ചെയ്യാതിരിക്കുക. നിങ്ങൾ നല്ല രീതിക്ക് ചാർട്ട് അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്തിട്ട് മാത്രം ഒരു സാധനം ബൈ ചെയ്യുക. അല്ലാതെ ഞാനോ വേറെ ആളോ പറയുന്ന സാധനം ബൈ ചെയ്യരുത്. നിങ്ങൾ സ്വന്തമായിട്ടുള്ള റിസ്കിൽ വേണം ഒരു സാധനം ബൈ ചെയ്യാൻ. ക്രിപ്റ്റോ കറൻസിയാണ്, എപ്പോൾ വേണമെങ്കിലും വോളറ്റൈലാവാം, താഴേക്കും മേലേക്കും പോവാം. അപ്പോൾ അതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു ക്രിപ്റ്റോ പർച്ചേസ് ചെയ്യാൻ. നല്ല ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ റിയൽ വേൾഡ് യൂസ് കേസസും ഉള്ള പ്രൊജക്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് നല്ലൊരു റിട്ടേൺസ് തന്നെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചൂസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ ഭാവിയിലുള്ള വീഡിയോസിൽ പറയുന്നതാണ്. ഇതിൽ ജസ്റ്റ് ബൈയും സെല്ലും എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ബേസിക് കാര്യം മാത്രമാണ് പറയുന്നത്. മാർക്കറ്റും ലിമിറ്റും മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ. ബാക്കി ടാർഗറ്റ് പ്രൈസ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് തന്നെ ബൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണ്ട പ്രൊജക്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം മേലെ ചാർട്ട് എന്ന ഓപ്ഷൻ മാറ്റി ട്രേഡ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എത്ര USDT ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതിന് താഴെ തന്നെ ലിമിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. ലിമിറ്റ്, മാർക്കറ്റ്, TP/SL, കണ്ടീഷണൽ, OCO, അതുപോലെ തന്നെ ട്രെയിലിംഗ് സ്റ്റോപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലിമിറ്റും മാർക്കറ്റും മാത്രമാണ് നോക്കുന്നത്. എല്ലാം കൂടി പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് എന്താണെന്ന് പറയാം, എന്നിട്ട് മാർക്കറ്റ് എന്താണെന്ന് പറയാം. അതിനുശേഷം താഴെയുള്ള ടാർഗറ്റ് പ്രൈസും സ്റ്റോപ്പ് ലോസും അത് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഉള്ള പ്രൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആർബിട്രത്തിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.820 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൈസിന് വാങ്ങണ്ട. ഞാൻ ഈ പ്രതീക്ഷിക്കുകയാണ് അത് 810, ഇപ്പോൾ 820 പ്രൈസ് ഉള്ളത്, 810 വരെ വരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ഉറങ്ങുമ്പോഴോ രാത്രിയൊക്കെ ആയിരിക്കും വരിക, എന്തായാലും വരിക എന്ന് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് 810 ആകുമ്പോൾ പർച്ചേസ് ചെയ്താൽ മതി. പക്ഷേ എനിക്കത് നോക്കിയിരിക്കാൻ പറ്റില്ല 810 വരുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നിടത്ത് ലിമിറ്റ് സെലക്ട് ചെയ്തിട്ട് താഴെ പ്രൈസ് അടിക്കാനുള്ളൊരു കോളം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വേണ്ട പ്രൈസ് ഞാൻ 810 എന്നടിച്ചിട്ട് സെറ്റ് ചെയ്ത് ബൈ ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 810 എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയിക്കോളും. ഞാൻ അവിടെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി സെല്ല് ചെയ്യണം, എനിക്ക് $1 ആകുമ്പോൾ സെല്ല് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യും, സെൽ ഓപ്ഷനിൽ പോയിട്ട് ഈ ലിമിറ്റിൽ ടൈപ്പ് ചെയ്യും $1 ആകുമ്പോൾ സെല്ല് ചെയ്താൽ മതി. $1 എന്ന് സെലക്ട് ചെയ്തിട്ട് ബൈ സെല്ല് കൊടുക്കും. അപ്പോൾ എനിക്ക് സെൽ ഓർഡറും അങ്ങനെ ലിമിറ്റ് എക്സിക്യൂട്ട് ആക്കാൻ പറ്റും, ബൈ ഓർഡറും ലിമിറ്റിൽ എക്സിക്യൂട്ട് ആക്കാൻ പറ്റും. പിന്നെയുള്ള ഓപ്ഷനാണ് മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ്. ഇപ്പോൾ 820 തന്നെ എനിക്ക് പർച്ചേസ് ചെയ്യണമെന്ന് എനിക്കിനി മേലേക്ക് ഇപ്പോൾ തന്നെ പോകും തോന്നുകയാണ്. ഇപ്പോൾ തന്നെ പ്രൈസ് മേലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി താഴേക്ക് വരുന്ന നോക്കിയിരുന്ന എനിക്ക് നഷ്ടമാവും.
ഓക്കെ, എനിക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ് പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, 820 തന്നെ ഇപ്പോഴുള്ള നിലവിലുള്ള പ്രൈസ് തന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് തന്നെ സെലക്ട് ചെയ്യും. മാർക്കറ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് പ്രൈസ് അടിക്കാനുള്ളൊരു കോൾ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ എന്താണോ മാർക്കറ്റ് പ്രൈസ് ആ പ്രൈസിലാണ് ബൈയും സെല്ലും നടക്കുക. ബൈയിലും സെല്ലിലും ഇത് തന്നെയാണ് മാർക്കറ്റ് സെലക്ട് ചെയ്താൽ നടക്കുക. കറണ്ട് പ്രൈസിൽ ബൈ ആവും, കറണ്ട് പ്രൈസ് തന്നെ സെല്ലും ആവും. ഇപ്പോൾ ഏതാണോ പ്രൈസ് ആ പ്രൈസ് തന്നെ ബൈയിങ് സെല്ലിങ് നടക്കും മാർക്കറ്റ് ഇട്ടാൽ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എപ്പോഴും ഒരു ലിമിറ്റ് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിന്ന് ബൈയിങ്ങും സെല്ലിങ്ങും ഓർഡർ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എത്ര പ്രൈസിനാണ് ഞാൻ ഇപ്പോൾ മേടിക്കുന്നത് 820ക്കാണ്. അപ്പോൾ വേണ്ട വാല്യൂ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ എത്ര USDT ആണ് നിങ്ങൾക്ക് ഈ ഒരു ARBയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. പെർസെൻറ്റേജിൽ ആ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ 100% സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ $10 സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പറ്റും 10 USDT സെലക്ട് ചെയ്തപ്പോൾ 12.97 ARB എനിക്ക് ആ ഒരു പ്രൈസിന് കിട്ടും. ഓക്കെ, 820ക്ക് പർച്ചേസ് ചെയ്താൽ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചാർട്ട് ഓപ്പൺ ആക്കി നോക്കാം, പ്രൈസ് ലൈവായിട്ട് കാണാം, കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നൊക്കെ മേലത്തെ ആ ഒരു ചാർട്ടിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാം. അത് നോക്കിയിട്ട് എനിക്ക് കൺഫേം കൊടുത്താൽ മതി. അപ്പോൾ പ്രൈസ് എല്ലാം വെരിഫൈ ചെയ്യുക. 12.97 ARB എനിക്ക് കിട്ടും 10.63 USDT കൊടുത്താൽ. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്രിപ്റ്റോ കറൻസീൻ്റെ ചാർട്ടിലേക്ക് പോകുക. അതിനുശേഷം ട്രേഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു എത്ര വാല്യൂ കൊടുത്താൽ എത്ര USDT കൊടുത്താൽ എത്ര കോയിൻ കിട്ടും എന്നൊക്കെ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാം. ചെയ്തതിന് ശേഷം എത്ര ബാലൻസ് എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യണം അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ബൈ ക്ലിക്ക് ചെയ്യുക. ബൈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു കോയിൻ എത്ര വാല്യൂവിനാണ് വാങ്ങുന്നതെന്ന് കാണാം. അതുപോലെ തന്നെ എത്ര കോയിൻ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് കിട്ടും, നമ്മൾ എത്ര ഡോളറാണ് USDT ആണ് കൊടുക്കുന്നതെന്ന് കാണാം. അതിനുശേഷം ബൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവുമല്ല സബ്മിറ്റ് ആവും. ഇനി ആ പ്രൈസ് ഞാനിപ്പോൾ 820 ആണ് സെലക്ട് ചെയ്തത്. 820 സെലക്ട് ചെയ്തതിൽ 820 ആകുമ്പോൾ നിങ്ങൾക്ക് ഇനി അത് എക്സിക്യൂട്ട് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഞാനിപ്പോൾ 820 തന്നെയാണ് കൃത്യമായിട്ട് കൊടുത്തത്. ഞാനിപ്പോൾ മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് വാങ്ങിയിട്ടുള്ള. 820 ലിമിറ്റ് ഇട്ട് വാങ്ങി എന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ മാതിരി താഴെ അസറ്റിലേക്ക് ഇട്ടാൽ എൻ്റെ കയ്യിലുള്ള അസറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ USDT മാറിയിട്ട് ARBയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ 820ക്കാണ് ഞാൻ വാങ്ങിയത്, ഇപ്പോൾ 819 ആയിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല, മാർക്കറ്റാണ്, താഴേക്കും മേലേക്കും ഒക്കെ പോകും. ഓക്കെ, ഞാനൊരു ലോങ് ടൈമിലേക്കാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ നല്ല റിട്ടേൺ കിട്ടുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 1-2 പോയിൻ്റൊക്കെ അല്ലെങ്കിൽ 100 പോയിൻ്റൊക്കെ താഴേക്ക് വരുന്നത് വളരെയധികം സ്വാഭാവികമാണ്. ഓക്കെ, നമ്മുടെ ബിറ്റ് കോയിനും ഇതേറിയും താഴേക്കും മേലേക്കും പോകുന്നതിനനുസരിച്ച് നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ആൾട്ട് കോയിൻസും താഴേക്കും മേലേക്കും പോകും. ഇപ്പോൾ കണ്ടോ 820ലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേയും കൂടുകയൊക്കെ തന്നെ ചെയ്യും. അപ്പോൾ നമുക്കിനി അസറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയും നമ്മളുടെ യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നേരത്തെ കയറിയ പോലെ ആ USDT മാറിയിട്ട് നമ്മളുടെ ARB ആയിട്ടുണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ വാങ്ങിയ ARB ആണ്, നിങ്ങൾ വാങ്ങിയത് കോയിനാണോ അതായിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇവിടെ കാണാം എൻ്റെ 10 USDT മാറി അവിടെ 0 ആയിട്ടുണ്ട്. അതിനുശേഷം 23 ARB ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കുറച്ച് ARB ഉണ്ടായിരുന്നു, അതും ഇപ്പോഴത്തെ 12 കൂടെ കൂട്ടിയപ്പോൾ 23 ARB ആയിട്ടുണ്ട്. ഓക്കെ, ആർബിട്രർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബൈ ആയിക്കഴിഞ്ഞു നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി അത് പ്രൈസ് കൂടുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ സെല്ല് ചെയ്യാമെന്നാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ഇനി സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ട്രേഡ് എന്ന് പറയുന്ന സ്ഥലം കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബൈയിലായിരിക്കും കിടക്കുന്നത്, സെല്ലിലേക്ക് ഇടുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഇവിടെ സെൽ ഓർഡർ ഇട്ടിട്ടുണ്ട്, അത് ക്യാൻസൽ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെയുള്ള ഓപ്ഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള എത്ര ആർബിട്രർ അവൈലബിൾ ആണെന്ന് കാണാം. എൻ്റെ 23 ആർബിട്രർ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനുശേഷം ലിമിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർട്ടൈൻ പ്രൈസിലേക്ക് എത്തുമ്പോൾ സെല്ല് ചെയ്താൽ മതി എന്ന് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 812 0.812 ആണ് നമ്മളുടെ പ്രൈസ്, നിലവിലെ പ്രൈസ്. ഓക്കെ, അപ്പോൾ ട്രേഡ് പോയി കഴിഞ്ഞാൽ എനിക്ക് 812 പകരം എനിക്ക് $1 ആകുമ്പോൾ വിറ്റാൽ മതി. എനിക്ക് 1.0 സംതിങ് 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രൈസ് $1 ആർബിട്രം എത്തുമ്പോൾ മാത്രമേ സെല്ലാവുള്ളൂ. ഓട്ടോമാറ്റിക്കലി സെല്ലായിക്കോളും, നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് ലിമിറ്റ്. അതിനുശേഷം മാർക്കറ്റ് എന്നിലേക്ക് ഇട്ടാൽ ഇപ്പോഴത്തെ കറണ്ട്ലി എത്രയാണോ പ്രൈസ് ആ പ്രൈസിൽ അങ്ങോട്ട് സെല്ലായി പോകും. ഇപ്പോഴത്തെ കറണ്ട്ലി പ്രൈസ് നോക്കുകയാണെങ്കിൽ 812 ആണ്. 812 സെല്ലായി പോകും. അതാണ് മാർക്കറ്റ് പ്രൈസ്. നമുക്ക് ബൈ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ, സെല്ല് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ എപ്പോഴും ലിമിറ്റ് ഓർഡർ നോക്കുക. ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സർട്ടൈൻ പ്രൈസിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും, സെല്ലും ബൈയും ഒക്കെ. ഈ ലിമിറ്റ് മാർക്കറ്റ് എല്ലാം നോക്കുകയാണെങ്കിലുള്ള ഓപ്ഷൻസാണ് ടാർഗറ്റ് പ്രൈസ്, സ്റ്റോപ്പ് ലോസ്, കണ്ടീഷണൽ, OCO, ട്രെയിലിംഗ് സ്റ്റോപ്പ്, ഐസ്ബർഗ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ നോക്കും. ഈ ഒരു വീഡിയോയിൽ ബൈയും സെല്ലും മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ചെറിയ ചെറിയ പാർട്ടാക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് എത്ര ARB വിൽക്കണം അല്ലെങ്കിൽ സെല്ല് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ബൈ ചെയ്യുമ്പോഴുള്ള ക്വാണ്ടിറ്റി നമുക്ക് എത്ര മേടിക്കണം എന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള ഒരു ARB വിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു ARB വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക 0.81200 USDT ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് USDT അനുസരിച്ചാണ് വിൽക്കുന്നതെങ്കിൽ ഇവിടെ USDTൻ്റെ പ്രൈസ് അടിച്ചു കൊടുത്തായി. ഓക്കെ, എൻ്റെ കയ്യിലിപ്പോൾ ഒരു $5 5 USDT, അതാണ് $5 5 USDTക്കുള്ള ARB ഞാൻ വിൽക്കുകയാണെങ്കിൽ 6.15 ARB ആണ് സെല്ലാവുക. അത് എനിക്ക് എത്ര ടാർഗറ്റിലേക്ക് എത്ര പ്രൈസിലേക്ക് വിൽക്കണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നു $1 ആകുമ്പോൾ എനിക്ക് വിറ്റാൽ മതി, അല്ലെങ്കിൽ 0.965 എത്തുമ്പോൾ എനിക്ക് വിറ്റാൽ മതി. ഇപ്പോഴത്തെ 816 ആണ് പ്രൈസ്. അതാകുമ്പോൾ എനിക്ക് ഫുൾ സെല്ല് ചെയ്യണം.
ഓക്കെ, ഫുൾ സെല്ല് ചെയ്യണമെന്ന് കൊടുത്തിട്ട് ഞാനിവിടെ സെൽ ARB കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഓർഡർ പ്ലേസ് ആവും. അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ടാർഗറ്റ് പ്രൈസും സ്റ്റോപ്പ് ലോസും ഒക്കെ സെറ്റ് ചെയ്യാം. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ടാർഗറ്റ് പ്രൈസ്, എന്താണ് സ്റ്റോപ്പ് ലോസ് എന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ സെല്ല് ചെയ്യാനാണ്. സെല്ല് ചെയ്തു, അപ്പോൾ നമ്മുടെ കൺഫർമേഷൻ ചോദിക്കും, ഓർഡർ പ്രൈസ് എത്രയാണ്, നമ്മൾ എത്ര ക്വാണ്ടിറ്റി, എത്ര ARB ആണ് സെല്ല് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര USDT ആണ് ആ വാല്യൂ. ഞാനിപ്പോൾ 23 ARB സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് $22 കിട്ടും. USDT എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, US ഡോളറിൻ്റെ സ്റ്റേബിൾ ടോക്കൺ ആണ്. US ഡോളറിൻ്റെ അനുസരിച്ചാണ് ഈ ഒരു കോയിൻ്റെ പ്രൈസ് മാറുക, അല്ലാതെ ഓട്ടോമാറ്റിക്കലി ഇത്ര ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ടാർഗറ്റ് പ്രൈസും കാര്യങ്ങളൊന്നുമില്ല, സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം സെൽ ARB കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ അവിടെ പ്ലേസ് ആയി ഉണ്ട്. ഓർഡർ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഓർഡേഴ്സിൽ ഇവിടെ കാണാൻ പറ്റും ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, ഓർഡർ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ചാർട്ടിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിമിറ്റ് എന്ന് കാണാൻ പറ്റും. നമ്മളിട്ട ഓർഡറാണ് ഈ റെഡ് കളറിൽ കാണുന്നത്. ഇത് സെല്ല് ചെയ്യാനായിട്ട് ഓർഡറാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് മേലോട്ടും താഴോട്ടൊക്കെ മാറ്റാം. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. $1 അഡ്ജസ്റ്റ് ചെയ്ത് കൺഫേം അടിച്ച് കഴിഞ്ഞാൽ ആ ഓർഡറിൽ അവിടെ സെലക്ട് ആവും. എനിക്കിനി കുറഞ്ഞ പ്രൈസിൽ വിൽക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് താഴ്ത്തി കൊടുത്ത് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് സെറ്റാവും. ഓക്കെ, നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അങ്ങനെ നമുക്ക് സെല്ല് ചെയ്യാനും പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ലിമിറ്റ് ഒന്നും കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സെറ്റിങ്സ് ബട്ടൺ കാണുന്നുണ്ട് ഇവിടെ. ഈ സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ആവറേജ് ബൈയും ആവറേജ് സെല്ലും ഉണ്ട്. ഇത് ചെക്ക് അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്ര ദിവസത്തേക്കാണ് നിങ്ങളുടെ ആവറേജ് ബൈ എത്ര ദിവസത്തേക്കാണ് കാണേണ്ടതെന്നുള്ളത് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് 30 days ആണ് ഇട്ടിരിക്കുന്നത് രണ്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പോലെ നമ്മളുടെ ചാർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെല്ലായിക്കോളും. ഞാനിപ്പോൾ കറൻറ്റ്ലി സെല്ല് ചെയ്യുന്നില്ല, കാരണം ഞാൻ വാങ്ങിയതിനെക്കാട്ടും പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വാങ്ങുമ്പോഴേ പറഞ്ഞല്ലോ, മാർക്കറ്റ് എപ്പോഴും വോളറ്റൈലായിരിക്കും. മാർക്കറ്റ് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മേലേക്കോ സ്ട്രെയിറ്റ് ലൈനായിട്ട് താഴേക്കോ വരില്ല. എപ്പോഴും ഒരു സിഗ്സാഗ് മൊമെൻ്റ് ആയിരിക്കും. താഴേക്ക് പോകുന്നു മേലേക്ക് വരും, അങ്ങനെയാണ് മാർക്കറ്റ് വർക്കാവുക. ഓക്കെ, അപ്പോൾ അതിൽ ടെൻഷൻ ആവാനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ റിസ്ക് ഉള്ള പരിപാടിയാണ്. നിങ്ങൾ നല്ല രീതിക്ക് അനലൈസ് ചെയ്തിട്ട് മാത്രം ചെയ്യാം. ഞാനൊരു ലോങ് ടൈമിലേക്കാണ് ARBയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ എൻ്റെ സെക്കൻഡറി അക്കൗണ്ടാണ്. ഇതിൽ ഞാൻ കുറച്ചേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിനേക്കാളും ലോവസ്റ്റ് പ്രൈസിൽ ഞാൻ കഴിഞ്ഞ ഒരു ഡിപ്പിൽ ARB പർച്ചേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ മെയിൻ അക്കൗണ്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ടോക്കൺസും കാര്യങ്ങളൊക്കെ എങ്ങനെ റിസർച്ച് ചെയ്യാം, അതുപോലെ തന്നെ ഇനി സ്റ്റോപ്പ് ലോസ്, അതുപോലെ തന്നെ ട്രെയിലിംഗ് സ്റ്റോപ്പൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോസുമായിട്ട് അടുത്തതായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെല്ലായി കഴിഞ്ഞാൽ നിങ്ങളുടെ അസറ്റിൽ നിന്ന് ഈ ഒരു ARB മാറിയതിന് ശേഷം ഇവിടെ USDT ആയിട്ട് മാറും. ഇനി USDT എങ്ങനെ അക്കൗണ്ടിലേക്ക് വീണ്ടും ക്യാഷ് ആക്കി എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.